ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് ലഭിക്കുന്ന ചാമ്പയ്ക്ക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ചാമ്പയ്ക്ക സാധാരണ കഴിക്കാറാണുള്ളത്, എന്നാൽ അധികം ആരും ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് ജ്യൂസ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക നമുക്കൊന്ന് കാണാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചാമ്പയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നല്ല ഫ്രഷായ ചാമ്പയ്ക്ക മാത്രം എടുത്ത് നിങ്ങൾ ജ്യൂസ് അടിക്കട്ടോ. ഫ്രഷായ ചാമ്പയ്ക്ക വെച്ച് ഞാനിതിപ്പോൾ 2 വിഭാഗത്തിലുള്ള ചാമ്പയ്ക്കയുണ്ട്. നന്നായി പഴുത്തതും ഉണ്ട്, അധികം പഴുക്കാത്തതും ഉണ്ട്. നല്ല പഴുത്ത ചാമ്പയ്ക്ക അധികം കേട് കൂടാത്തത് നോക്കി എടുത്തിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പുളി കൂടുതലുള്ള ചാമ്പയ്ക്കാണ് കേട്ടോ. നല്ല മധുരമുള്ള ചാമ്പയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പുഴുക്കളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് നന്നായിട്ട് കഴുകണം കേട്ടോ. എന്നിട്ട് മാത്രം നിങ്ങൾ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുക. അതിന് ശേഷം ഒരു ജാറിലേക്ക് കട്ട് ചെയ്ത ചാമ്പയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിനായി ചേർക്കുന്നത് 2 ഏലക്കായാണ്. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. മധുരം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് പുളി കൂടുതലുള്ള ചാമ്പയ്ക്ക ആയതുകൊണ്ട് തന്നെ മധുരം കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ചാമ്പയ്ക്കാണെങ്കിൽ കൂടുതലായിട്ട് മധുരം നമ്മൾ ചേർക്കേണ്ടതില്ല കേട്ടോ. ഇത് പുളി മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ച് മധുരം കൂടുതൽ ചേർത്ത്. ഇനി ഞാൻ ചേർക്കുന്നത് പാലും വെള്ളം കൂടി തിളപ്പിച്ചാറിയതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് നോർമൽ വാട്ടറിൽ തയ്യാറാക്കട്ടോ. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു വീഡിയോ ഇതിൽ സ്കിപ്പായി പോയിട്ടുണ്ടേ. ഞാൻ 2 രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ അത് മറന്നിട്ടുണ്ട്, ഓണാക്കിയില്ലേനു. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ച് ഓണാക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നോർമൽ വാട്ടറിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ. മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് പാലിൽ തയ്യാറാക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എന്തായാലും അടിപൊളി ജ്യൂസാണ്, ഒരു വെറൈറ്റി ജ്യൂസാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്താണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ട് നമ്മൾ വെള്ളം ചേർത്താണ് അടിക്കുന്നതെങ്കിൽ അത് കുറച്ച് റെഡ് കളറിലായി കിട്ടും ആ ജ്യൂസ് ഉണ്ടാകുക. അപ്പോൾ നല്ലൊരു ജ്യൂസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക 2 രീതിയിലും. എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.